നിങ്ങൾ ദൈവത്തെ ഓർത്തിട്ട് നിങ്ങൾ രാഷ്ട്രീയ പ്രവർത്തകർ ഇങ്ങനെ ചെയ്യരുത്. അതായത് നിങ്ങൾ പൊതുപ്രവർത്തനമാണെങ്കിലും ഏത് പ്രവർത്തനമാണെങ്കിലും നിങ്ങളിലെ മാതൃകയാകണം. ജനത്തിന് മാതൃകയാണ് ആദ്യം. അതായത് സ്വന്തം കുടുംബം നോക്കാൻ കഴിയാത്തവനും, അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ഒരു സ്ത്രീ വിളിക്കുമ്പോഴേക്കും അവരുടെ വലയിൽ വീഴുന്നവനും, പിന്നെ എന്ന് പറഞ്ഞാൽ കുഞ്ഞിപ്പെണ്ണെ കഞ്ഞിപ്പെണ്ണെ എന്ന് വിളിക്കുന്നവനും, ഇവരോടൊക്കെ എനിക്ക് പറയാനുള്ളത് കേരള രാഷ്ട്രീയത്തിൽ നിങ്ങൾ ഒഴിഞ്ഞു പോകണം. ഒഴിഞ്ഞു പോകണം. ജനങ്ങളുടെ നികുതി പണം വാങ്ങിച്ച് തിന്നിട്ട് നിങ്ങളൊന്നും ഇമാതിരി പണിയെടുക്കരുത് ദൈവത്തെ ഓർത്തിട്ട്. അതായത് ഞാൻ ഇപ്പോഴേ ഈ ഒരു വാർത്ത വേണ്ടാന്ന് വെച്ചാണ്. പക്ഷേ ആ ടി വിയിൽ ഒരു മന്ത്രി വന്നിട്ട് അയാൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ തളർന്നിരിക്കുകയാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ അങ്ങേര് രണ്ടാമത്തെ വിവാഹമാണ്. ആദ്യത്തെ വിവാഹം എങ്ങനെയാണ് പോയതെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. അതുമാത്രവുമല്ല, അദ്ദേഹത്തിന് പിന്നെ വേറെ എന്തൊക്കെയോ പ്രശ്നങ്ങളുള്ളതായിട്ട് നമുക്കറിയാം. സ്വന്തം വീട്ടുകാർ വരെ തള്ളി പറഞ്ഞിട്ടുണ്ട്, അതും നമുക്കറിയാം. അദ്ദേഹം വന്നിട്ട് ന്യായീകരിച്ച് അതായത് പിടിച്ചു നിൽക്കാൻ വേണ്ടിയിട്ട് മാധവിക്കുട്ടി പ്രണയിക്കുന്നുണ്ട്, പുനത്തിൽ കുഞ്ഞബ്ദുള്ള പ്രണയിക്കുന്നുണ്ട്, മറ്റുള്ളവർ പ്രണയിക്കുന്നുണ്ട് എന്നൊക്കെ ഇങ്ങനെ പറയുന്നത് കേട്ടപ്പോൾ ശരിക്കും സങ്കടം വന്നുപോയി. കാരണം ഒരു മനുഷ്യൻ അധികാരത്തിന് വേണ്ടിയിട്ട്, ഇലക്ഷനാണ് വരുന്നത് നമുക്കറിയാം, ജനങ്ങളുടെ ഇടയിൽ ഇത് ചർച്ചയായി കഴിഞ്ഞാൽ അയാൾ തോക്കുന്നറിയാം. അതുകൊണ്ട് തന്നെ അധികാരത്തിന് വേണ്ടിയിട്ട് അങ്ങേര് ആ ഒരു പിന്നെ ന്യായീകരണം കേട്ടപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഞെട്ടിപ്പോയി എന്നുള്ളതാണ്. സ്വന്തം ഭാര്യ പറയുന്നത് വിശ്വസിക്കണോ, അല്ലെങ്കിൽ മറ്റുള്ളവർ പറയുന്നത് വിശ്വസിക്കണോ? രണ്ടാമത്തെ കല്യാണം കഴിച്ച് ഒരു വലിയൊരു ബിസിനസ്സുകാരിയാണ്. അല്ലാതെ എന്ന് പറഞ്ഞാൽ വിദ്യാഭ്യാസവും വിവരവും ഇല്ലാത്ത ആൾക്കാരല്ല. ബിന്ദു മേനോൻ എന്ന് പറയുന്ന ഭാര്യ, അതായത് നമുക്ക് എല്ലാവർക്കും അറിയാം, ഏഷ്യാനെറ്റ് മിഡിൽ ഈസ്റ്റിൻ്റെ എന്തോ തലപ്പത്തിരിക്കുന്ന ഒരു വ്യക്തിയാണ്. അപ്പോൾ അവരാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വന്ന് തൻ്റെ ഭർത്താവിനെ പറ്റി പറയുന്നത്. കേൾക്കുമ്പോൾ നമുക്ക് തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിഷമം തോന്നിപ്പോകും. അതിലപ്പുറമാണ് ഈ മന്ത്രി ഇങ്ങനെ പറയുന്നത്. അതായത് അങ്ങേര് പറയുന്ന വാക്കുകൾ, ഞാൻ പിന്നെ മറ്റുള്ളവർ പ്രേമിക്കുന്നുണ്ട്, ഇവൻ പ്രേമിക്കുന്നുണ്ട്, ഓം പ്രേമിക്കുന്നുണ്ട്, പ്രേമിക്കാത്തവർ മണ്ടന്മാരാണെന്നാണ് അദ്ദേഹം പറയുന്നത്. എൻ്റെ പൊന്നു സാറേ, ഒരു കാര്യം ചെയ്യണം. പാവപ്പെട്ട ജനങ്ങൾ അവരുടെ നികുതിപ്പണം ഉപയോഗിച്ചിട്ട് ഇമാതിരി തോന്നിവാസം ചെയ്യരുത്. ആരായാലും, ഇനി മുളങ്കൂട്ടായാലും മങ്കൂട്ടായാലും എന്തെന്നായിക്കഴിഞ്ഞാൽ നിങ്ങൾക്കുള്ള ബലഹീനത ഉണ്ടാ, നിങ്ങളൊരു കാര്യം ചെയ്യണം, രാജിവെച്ച് പോയിട്ട് നിങ്ങൾ ആ ഒരു ബലഹീനതയോടുകൂടി ജീവിച്ചോ, എന്തെങ്കിലും ജോലി ചെയ്ത് ജീവിക്കുക. അല്ലാതെ നമ്മുടെയൊക്കെ പണത്തോണ്ട് നിങ്ങളൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയ വലിയ കാറിൽ പോകുമ്പോഴേ ആ ഒരു സൗകര്യം നമ്മൾ ഉണ്ടാക്കി തന്നത് നമ്മളെയൊക്കെ നല്ല രീതിയിൽ സേവിക്കാൻ വേണ്ടിയിട്ടാണ്. അല്ലാതെ എന്ന് പറഞ്ഞാൽ ഇതുപോലെ വീട്ടുകാര്യങ്ങളും നാട്ടുകാര്യങ്ങളും പ്രശ്നങ്ങളും ഒക്കെ ആയിട്ട് എന്തിനാണോ ഇങ്ങനൊരു ഇത്? സ്വന്തം വീട്ടിൽ നല്ലവനല്ല എന്ന് കണ്ടു കഴിഞ്ഞാൽ പിന്നെ നാട്ടുകാർ എങ്ങനെ അംഗീകരിക്കും? നിങ്ങളൊന്ന് പറ. ഒരു പൊതുപ്രവർത്തകൻ എന്ന് പറഞ്ഞാൽ ആദ്യം വേണ്ടത് എന്താ അറിയുക? അവൻ്റെ പിന്നെ ഭാര്യ, മക്കള്, അമ്മ, അച്ഛൻ, ഇവരെല്ലാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ മനുഷ്യന് മാതൃകയാകണം. അയാൾ നല്ലത് പറയണം. ഇവരെല്ലാവരും പറയുന്ന അയാൾ കൊള്ളരുതാത്തവനാണെന്ന്. എന്നിട്ട് നാട്ടുകാരെ നന്നാക്കാൻ വേണ്ടി നടന്നു കഴിഞ്ഞാൽ ആരെങ്കിലും അനുസരിക്കോടോ? ഇത് രാഷ്ട്രീയമല്ല. ഞാൻ രാഷ്ട്രീയം പറയുന്നേ ഇല്ല. കാരണം ഞാൻ എല്ലാവരെയും പറയുന്നതാണ്, ഒരാളെയും പറയുന്നില്ല. ഇതുപോലെ ഈ രാഷ്ട്രീയത്തിൽ കയറിയിട്ട് പൊതുമുതൽ കൊണ്ട് ഇതുപോലെ കയറിയിട്ട് ബലഹീനത കാണിക്കുന്നവർ, അവരെയാണ് ഞാൻ പറയുന്നത്. വളരെ മോശമായ കാര്യം തന്നെയാണ്. ഒരിക്കലും നമുക്ക് ന്യായീകരിക്കാനോ അംഗീകരിക്കാനോ കഴിയില്ല. അതായത് നമ്മളൊക്കെ ഇതൊക്കെ പണ്ട് എന്ന് പറഞ്ഞാൽ ചില എന്താ പറയുക, നമ്മളെ പിന്നെ വേറെ നാട്ടിലൂടെ രാഷ്ട്രീയക്കാരെ പറ്റി ഇങ്ങനെയുള്ള കേൾക്കാറുണ്ട്. പക്ഷേ ഇതിപ്പോഴും നമ്മളെ നാട്ടിലിപ്പോഴും ഇപ്പോൾ ചായ കുടിക്കുന്ന പോലെ ആയി എന്നേ എനിക്ക് പറയാനുള്ളൂ. പണ്ട് എന്ന് പറഞ്ഞാൽ ഇതൊരു പിന്നെ നേതാവ് പറഞ്ഞിട്ട് ഇതെല്ലാം ഒരു ചായ കുടിക്കുന്ന പോലെയുള്ളൂ, അതുപോലെ ആയിപ്പോഴും. ഇപ്പം ഇതെല്ലാവർക്കും ഒരു തമാശയും കളിയാണ്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, ജനങ്ങളുടെ പണം എടുത്തിട്ട് നിങ്ങൾ ആരും ഇതുപോലെ സുഖിക്കരുത്. ഇങ്ങനെ സുഖിക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങളൊരു കാര്യം ജോലി ചെയ്തുണ്ടാക്കിയിട്ട് സുഖിക്കുക. അല്ലാതെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജനങ്ങൾ തന്ന ആ ഒരു ഭിക്ഷ, അതാണ് നിങ്ങളുടെയൊക്കെ ഒരു അധികാരം എന്ന് പറയുന്നത്. ഇവിടെ തമ്മത്തല്ല ഉണ്ടാകുക. ഇവിടെ പേടിച്ചിട്ട് പലരും ഒന്നും പറയില്ല. ഭയം തന്നെയാണ് എല്ലാവർക്കും ഭയമാണ്. ജീവിക്കുന്ന പാവങ്ങൾക്കൊക്കെ ഭയമാണ് നിങ്ങളെ. അതുകൊണ്ട് തന്നെ എന്ന് പറഞ്ഞാൽ ഇവിടെ ആരും ഒന്നും പറയാതിരിക്കുന്നത്. പക്ഷെ ഒരു കാര്യം മനസ്സിലാക്കുക, അതായത് തെരഞ്ഞെടുപ്പാണ് വരുന്നത്. ഇനിയിപ്പോൾ അതിൻ്റെ പേരിലായിരിക്കും കലവില കൂടുന്നത്. അവിടെയും ജനങ്ങളോട് എനിക്ക് പറയാനുള്ളത്, നല്ല നല്ല ആൾക്കാരെ നോക്കുക, അതാണ് വേണ്ടത്. അല്ലാതെ ഏത് രാഷ്ട്രീയ പാർട്ടി ആയാലും മറ്റേ കൊള്ളി വെക്കുന്നവനും മിക്കവെക്കുന്നവനും കുഞ്ഞിപ്പെണ്ണയെന്ന് വിളിക്കുന്നവനും കഞ്ഞിപ്പെണ്ണയെന്ന് വിളിക്കുന്നവനും ആട്ടിൻകുട്ടി എന്ന് വിളിച്ചിട്ട് പറയുന്നവനും അവനെയൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒഴിവാക്കുക. നമ്മുടെ പണം കൊണ്ടാണ് അവരൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സൂഹിക്കുന്നത് എന്നാണ് എനിക്ക് പറയാനുള്ളത്. അപ്പം ഞാൻ പറഞ്ഞു വരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോഴെല്ലാ മാധ്യമങ്ങളും ആ മന്ത്രിയുടെ പുറകെയാണ്. അങ്ങേര് ഭയങ്കരമായിട്ട്, അതായത് ഇന്നലെ വരെ കണ്ട ഊർജവും ഓജസ്സും തേജസ്സും എല്ലാം നഷ്ടപ്പെട്ട് പിന്നെ നടുത്തെരുവിൽ നിൽക്കുന്ന കർണനെ പോലെയാണ് എനിക്ക് തോന്നിയത്. കാരണം എന്താണെന്ന് വെച്ചാൽ ഒരു മറുപടിയും പറയാനില്ല. ഞാൻ എങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ ആൾക്കാർ വിശ്വാസത്തിലെടുക്കും? ഞാൻ എന്താണ് പറയേണ്ടത്? ഏത് രാഷ്ട്രീയ പാർട്ടിയാണ് ഞാൻ കൂട്ടേണ്ടത് എന്നുള്ള തരത്തിൽ അങ്ങേര് വേർക്കുകയാണ് നിന്നിട്ട്. അങ്ങേര് വേർക്കുകയാണ്. അങ്ങേര് പറയുന്ന ഇതാണ്, അതായത് എന്നെ പറ്റിയിട്ടും മറ്റവനെ പറ്റിയിട്ടും പലതും പറയും, ഇവനെ പറ്റിയിട്ട് പലതും പറയും. അല്ല, സ്വന്തം ഭാര്യയാണ് പറഞ്ഞിരിക്കുന്നത്. ഡിവോഴ്സ് ചെയ്ത ഭാര്യയാണെങ്കിൽ നമുക്ക് പറയാം അവർ ഡിവോഴ്സ് ചെയ്തതാണ്, അവർ നുണ പറയുന്നതാണ്, അവർ ഇയാളെ നശിപ്പിക്കാൻ വേണ്ടി പറയുന്നതാണെന്ന് പറയാം. പക്ഷേ സ്വന്തം കൂടെയുള്ള
അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. ഇപ്പോഴും കൂടെയുള്ള ഒരു സ്ത്രീ വന്ന് പറയുകയാണ് കാണാൻ വയ്യാത്ത സാഹചര്യത്തിൽ ഞാൻ കണ്ടു എന്ന്. ആലോചിച്ച് നോക്കണം നിങ്ങൾ. എന്നിട്ട് ഡ്രൈവർ തടഞ്ഞു എന്നെ എന്ന് പറയുന്നത്. ഡ്രൈവർ എന്ന് പറയുന്നത് നമ്മുടെ ഉപ്പും ചോറും തിന്ന് വളർന്നവനാണ്. നമ്മൾ കൊടുക്കുന്ന നികുതി പണത്തോണ്ടാണ് ഇവനൊക്കെ ശമ്പളം കൊടുക്കുന്നത്. അത് നിങ്ങൾ മനസ്സിലാക്കണം. അപ്പോൾ ഇതൊക്കെ കേൾക്കുമ്പോഴെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും നമുക്ക് വരുന്നത് എന്താ അറിയുക, ഒരു സങ്കടമാണ് വരുന്നത്. കാരണം ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിലിപ്പോൾ ഓരോ ദിവസവും തള്ളിക്കൊണ്ടു പോകാൻ വേണ്ടിയിട്ട് സാധാരണക്കാർ പെടാപ്പാട് പെടുകയാണ്. അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. എല്ലാത്തിനും വില ഇപ്പം കാണുന്നില്ല. പാചകവാതകം വരെ കിട്ടാനില്ല എന്നാണ് പറയുന്നത് കേൾക്കുന്നത്. അത്രത്തോളം ജനങ്ങൾ സഹിക്കാൻ കഴിയാവുന്ന അത്ര സഹിക്കുന്നുണ്ട്. പക്ഷേ ചില ആൾക്കാർ ഇപ്പോഴും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്കൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പറയുക, ന്യായീകരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാൻ പറഞ്ഞല്ലോ, ഒരു രാഷ്ട്രീയ പാർട്ടിനെ പോലും ഇപ്പം നമുക്ക് എന്താണെന്നറിയില്ല, ഒരു ഭയങ്കര വിഷമമാണ്. എല്ലാ കാര്യത്തിലും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരെ വിശ്വസിക്കണം, ആരെ ഇതാക്കണം എന്നൊന്നും മനസ്സിലാകുന്നില്ല. കാരണം ജീവിക്കാൻ കഴിയാത്ത ഒരു അവസ്ഥയിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. വളരെ കഷ്ടപ്പാട് തന്നെയാണ് ജീവിക്കാൻ. ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പലരും എന്ന് പറഞ്ഞാൽ മുളങ്കൂട്ടത്തിൻ്റെയും മാങ്കൂട്ടത്തിൻ്റെയും അതിൻ്റെ പുറകെ പോകുമ്പോൾ നാട്ടിലാണെങ്കിൽ ക്രിമിനൽസുകൾ ഇങ്ങനെ വളർന്നുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ അടിയും പിടിയും തന്നെയാണ്. അതായത് ഒരാൾക്ക് പോലും ഭയമില്ല. നാട്ടിലൂടെ ഇപ്പോൾ ഇറങ്ങി നടക്കാൻ കഴിയുന്നില്ല. പണ്ടൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബീഹാറിലും മറ്റൊരിക്കലും പോയി കഴിഞ്ഞാൽ പറയുന്നത് കേൾക്കാം, കള്ളനെ ഇത് ചെയ്തു, ജനക്കൂട്ടം അങ്ങനെ ചെയ്തു, ജനക്കൂട്ടം എങ്ങനെ ചെയ്തു എന്ന്. ഇന്നെന്ന് പറഞ്ഞാൽ പട്ടിയെ തല്ലുന്ന പോലെ തല്ലിക്കഴിഞ്ഞാൽ ഒരുത്തം പോലും തിരിഞ്ഞു നോക്കുന്നില്ല. അതാണ് എല്ലാവരും. ഇന്ന് രാവിലെ തന്നെ ഞാൻ ഒരു വാർത്ത കണ്ടിയാണ്, അത് മനോരമയാണ് അതിൻ്റെ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. അതിൻ്റെ അകത്ത് എന്താ വെച്ച് കഴിഞ്ഞാൽ ഒരു കടയിൽ എന്തോ സാധനം നൽകാൻ ലേറ്റായപ്പോഴും 3 പേര് വന്ന് പട്ടിയെ തല്ലുന്നത് പോലെ തല്ലുന്നുണ്ട്. അവിടെയുള്ള ബാക്കിയുള്ള ബേട്ടാവളിയന്മാർ മുഴുവൻ ഇങ്ങനെ നോക്കി നിൽക്കുകയാണ്. അവൻ കരയുന്നുണ്ട്. എന്നിട്ട് ഒരാൾ പോലും പിടിച്ചു വെക്കാനില്ല, ചോദിക്കാനില്ല, പറയാനില്ല, ഒന്നുമില്ല. ഈ മലയാളികൾ എന്ന് പറഞ്ഞാൽ അവരുടെ പണ്ടൊക്കെ മലയാളികൾ എടുത്തുകൊണ്ടുപോയി ആശുപത്രി കൊണ്ടുപോകും. മലയാളികൾ എല്ലാ സ്ഥലത്തും തന്നെ രക്ഷിക്കാൻ വരും. ഇപ്പോൾ മലയാളികളും കണ്ണിച്ചോരയില്ലാത്ത ആൾക്കാരായി. ആരാണ്, ഏത് ജാതിയാണവൻ, ഏത് മതമാണവൻ, ഏത് രാഷ്ട്രീയക്കാരനാണ്, ഏത് നാട്ടുകാരനാണ് എന്നൊക്കെ നോക്കാൻ മലയാളികളും തുടങ്ങിയിരിക്കുന്നു എന്നുള്ളതിൻ്റെ സൂചനയാണ്. പണ്ടൊക്കെ നമ്മൾ കേരളത്തിൽ ഏത് റോഡിൽ വീണ് കിടന്നു കഴിഞ്ഞാലും എടുത്തോടാൻ ആൾക്കാരുണ്ടാവും. ഇന്ന് അവൻ്റെ രാഷ്ട്രീയം, മതം, ജീവിതം, ജാതി എല്ലാ കാര്യവും അന്വേഷിച്ചതിന് ശേഷം ആ ജാതിക്കാർ വരണം ഇന്ന് കൊണ്ടുപോകാണ്ടിരിക്കുക. അതേ ഒരു സ്ഥിതിയിലേക്ക് മാറിക്കൊണ്ടിരിക്കുകയാണ്. അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. അവിടെ ഗാനമേളൻ്റെ തായമ്പക നടക്കുമ്പോഴാണ് 18 വയസ്സുള്ള ഒരു പയ്യനെ ഒരു കൂട്ടം തെമ്മാടികൾ വന്നിട്ട് തല്ലുന്നത് കണ്ടിട്ട് നോക്കി നിന്ന നാട്ടുകാർ. നിങ്ങൾ ആലോചിച്ച് നോക്ക്, പിറ്റേ ദിവസം അവന് കണ്ണീർ പ്രണാമം അർപ്പിക്കുന്നത്. എന്തോ ഒലക്കാന്നാണ് എനിക്ക് മനസ്സിലാകാത്തത്. അതാണ് ഈ തല്ലുമ്പോഴേ ഏതെങ്കിലും ഒരുത്തം പോയി പിടിച്ചു വെച്ചാൽ മതി. ഒന്നും വേണ്ട, ഈ മൊബൈലിൽ ഷൂട്ട് ചെയ്യുന്നവനെങ്കിലും ഒന്ന് പിടിച്ചു വെച്ചാൽ മതിയേനും. അതുപോലും ചെയ്തില്ല. എന്നിട്ട് പറയുകയാണ് അവന് പ്രണാമം മറ്റേതെന്ന്. ഇത് നമ്മുടെ നാട്ടിലിങ്ങനെ നടക്കുന്ന കാര്യങ്ങളാണ്. അപ്പോൾ ഇതിൻ്റെ ഇടയിലാണ് ഇങ്ങനെയുള്ള കുറേ കുത്തിത്തിരിപ്പുകൾ. അതുകൊണ്ട് തന്നെയാണ് ഞാൻ പറയുന്നത്, മോന്തായം വളഞ്ഞു കഴിഞ്ഞാൽ 24 വളയും എന്ന് പറയുന്നത് ഇതാണ്. അതായത് ആദ്യം തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള ആൾക്കാരൊക്കെ എന്ന് പറഞ്ഞാൽ അധികാരത്തിൽ നിന്ന് മാറി നിൽക്കുക. അതാണ് വേണ്ടത്. അത് നിങ്ങൾ തെളിയിക്കുക. ആദ്യം നാട്ടിൽ ഇപ്പം ജനങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ജനങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും അറിയാം, ഓരോരോ ആൾക്കാരുടെ സ്വഭാവം. നമ്മളിനി എന്തോ പറഞ്ഞു കഴിഞ്ഞാലും ഇപ്പം ഞാൻ എങ്ങനെയാണെന്ന് എൻ്റെ നാട്ടുകാർക്ക് കൃത്യമായിട്ട് അറിയാം. ഞാൻ ഇനി എന്തോ പറഞ്ഞു കഴിഞ്ഞാലും അതാണ് മനസ്സിലാക്കേണ്ടത്. ചില ആൾക്കാർക്കൊക്കെ തന്നെ തീയില്ലാണ്ട് പുകയുണ്ടാവുക ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ പലതും കണ്ടതല്ലേ. നമ്മൾ കുറേ നാളായിട്ട് എന്തൊക്കെ കാണുന്നതാണ്. നമ്മൾ പണ്ട് മുതൽ ഒരു 10-15 വർഷം മുമ്പേ കാണുന്നതാണ്. സരിതയായിട്ടും ഗിരിതയായിട്ടും മരുതിയായിട്ടും ഭരതമായിട്ടും എത്ര ആൾക്കാർ എന്തൊക്കെ സംഭവങ്ങളാണ്. നന്ദി നമസ്കാരമോ. ദേഷ്യം കൊണ്ട് പറഞ്ഞു പോകുന്നതാണെന്നോ, ഭ്രാന്ത് പിടിച്ചിട്ട് പറഞ്ഞു പോകുന്നതാണെന്നായിരുന്നു. ഇങ്ങനെ അല്ലാണ്ട് പിന്നെ എന്താ പറയായിരുന്നു. ബൈ ബൈ.